നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് സ്പെഷ്യൽ ആയിട്ടൊരു വീഡിയോ ആണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീടിന്റെ ഹോം ടൂർ ആണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് വീഡിയോ കണ്ടാലോ. സാധാരണ നമ്മുടെ വ്ളോഗിൽ നിങ്ങൾ ഹോം ടൂർ അങ്ങനെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പൊ നമ്മൾ ഈ വട്ടം എന്തായാലും ഒരു ഹോം ടൂർ കാണിക്കാന്ന് വിചാരിച്ചു. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു വീട്ടിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ ഏതാന്ന് വെച്ചാൽ ഞാൻ പറയും ഈ കോർട്ട്യാർഡ് ഏരിയ ആണ്. കാരണം ഒരു ട്രഡീഷണൽ ടച്ചില് പഴയ ഒരു വീടുകളുടെ ഒരു ഭംഗിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ വീടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ എവിടെ നോക്കിയാലും പച്ചപ്പും അടിപൊളി വ്യൂ ആണ്. എന്താ പറയുക, എവിടെ നോക്കിയാലും നമുക്കിങ്ങനെ നോക്കിയിരിക്കാനായിട്ട് തോന്നുന്നു പറയില്ലേ, അതുപോലത്തെ ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആദ്യം തന്നെ കാണുന്നത് ഈ ഒരു ഹോളാണ്. ഇവിടെ നമ്മുടെ കോർട്ട്യാർഡിലേക്ക് ഒരു വ്യൂ ഉണ്ട്. ഗ്ലാസ് ആയതുകൊണ്ട് തന്നെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. മഴ ടൈമൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട, അടിപൊളി തന്നെയാണ്. ഫർണിച്ചറോ കാര്യങ്ങളൊന്നും സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളിലേക്ക് കയറുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയാണ് കേട്ടോ. ഇവിടെ നമുക്കൊരു പ്രയർ യൂണിറ്റും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. ആദ്യം തന്നെ നമ്മളൊരു റൂമിലേക്കാണ് കയറുന്നത്. ആദ്യത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ്. നല്ലൊരു അടിപൊളി സ്പേസ് ഒക്കെ ഉള്ളൊരു റൂമാണ്. ഇവിടെ നിന്നും പുറത്തേക്ക് നോക്കി ഗാർഡൻ ഉള്ളതുകൊണ്ട് തന്നെ നല്ല വ്യൂ ആയിരിക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടോയ്ലറ്റും ഇതിൻ്റെ ഉള്ളിലുണ്ട്. നമ്മൾ ഇനി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ഈ ഏരിയ നമുക്ക് ഡൈനിങ് ഏരിയ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ബുക്കൊക്കെ വായിച്ചിരിക്കാനും നല്ല വൈബ് അടിക്കാനും പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. മൊത്തത്തിൽ ഇതിൻ്റെ ഇൻറ്റീരിയർ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്ന അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലാവുമെന്ന് അറിയില്ല, നേരിട്ട് കാണാൻ അടിപൊളി തന്നെയാണ്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ കോർട്ട്യാർഡ് ഉള്ളത്. അതുപോലെ തന്നെ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഗ്ലാസ് ഉള്ളത് കൊണ്ട് തന്നെ അവിടെയും വ്യൂ ഉണ്ട്. പിന്നെ അതിനൊക്കെ ഒരു കോമൺ ബാത്റൂം ഉണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ബുക്കൊക്കെ വായിച്ചിരിക്കാൻ അടിപൊളിയാന്ന് പറഞ്ഞില്ലേ, അതാണ് കേട്ടോ ഇത്. ഈ വീടിന് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ തിരിഞ്ഞാലും നല്ല വെളിച്ചമാണ്. എവിടെ നിന്നും സൺലൈറ്റ് ഇങ്ങനെ ഉള്ളിലേക്ക് വരും. ഇനി നമ്മൾ എടുത്ത് പറയേണ്ട ഒരു സ്ഥലമാണെന്ന് പറയുന്നത് നമ്മുടെ കിച്ചണാണ് കേട്ടോ. കിച്ചൺ മോഡേൺ കിച്ചൺ ആണെങ്കിലും വിൻഡോസും കാര്യങ്ങളൊക്കെ ഒരു ട്രഡീഷണൽ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടേക്കും നല്ല സൺലൈറ്റൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് കോർട്ട്യാർഡിലേക്ക് ഒരു വ്യൂ ഉണ്ട്. അപ്പോൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ നല്ല രസമായിരിക്കും കാണാനായിട്ട്. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് വർക്ക് ഏരിയ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് അടുത്തൊരു റൂമാണ്. ഈ റൂമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇങ്ങനെ ഒരു വ്യൂ ആയിട്ട് ഗ്ലാസ് ഡോറുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതും അറ്റാച്ച്ഡ് ബാത്റൂം ഉള്ളൊരു റൂമാണ്. ഇതും നല്ല രസമായിട്ടുള്ളൊരു റൂമാണ് കാണാനായിട്ട്. ഇനി നമ്മൾ പോകുന്നത് പുറത്തെ ഏരിയ ഞാൻ കാണിച്ചു തരാം. ഇതാണ് താഴത്തെ വിശേഷങ്ങൾ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ താഴെ പുറത്തേക്ക് ഒരു റൂമിൽ നിന്ന് കണക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, ഈ ഗ്ലാസ്സിൽ കൂടെ പുറത്തേക്ക് നല്ല കിഡിലൻ വ്യൂ ആണ്. പുറത്തെ കാഴ്ചകൾ ഏകദേശം ഒരു 10 സെൻറ്റിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലേക്ക് വുഡനിലാണ് നമ്മുടെ സ്റ്റെയർ കേസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. മുകളിലേക്ക് പോകുമ്പോഴും നല്ല വ്യൂ ആണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇൻറ്റീരിയർ എടുത്ത് പറയേണ്ട ഒന്നാണ് കേട്ടോ. സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. എവിടെ തിരിഞ്ഞാലും നമുക്ക് ഫോട്ടോ പോയിൻ്റ് എന്ന് പറയില്ലേ, എവിടെ തിരിഞ്ഞാലും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റില്ല കിഡിലൻ സ്ഥലങ്ങളാണ്. അങ്ങനെ താഴെ ലിവിങ് റൂമിൽ വന്നിരിക്കുന്നവരെയൊക്കെ നമുക്ക് മേളിൽ നല്ല രസത്തിൽ കാണാം. ഇവിടെ മേളിലൊരു ബെഡ്റൂം ഉണ്ട്. അതും അറ്റാച്ച്ഡ് ബാത്റൂമാണ്. മേളിലൊരു റൂമുള്ളൂ. അങ്ങനെ 3 ബെഡ്റൂമാണ് നമ്മുടെ ഈ വീടിന് വരുന്നത്. ഇനി മേളത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ലേ? ഈ വീട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വന്തമാക്കാം കേട്ടോ. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഈ സ്ഥലം ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പട്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ മാറി കരിപ്പുക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. ഈ വീട് വരുന്നത് ടാർ റോഡാണ് ഫ്രണ്ടേജ്. അതുപോലെ തന്നെ അടിപൊളി വീടാണ്. അതുപോലെ വെള്ളവും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഈ വീട് നിങ്ങൾക്കും സ്വന്തം